തിരുവനന്തപുരത്തെ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നീക്കിയ സംഭവത്തിൽ ഹിയറിംഗ് ഇന്ന് നടക്കും. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഹിയറിംഗ് നടത്തുന്നത്. സാങ്കേതികത്വത്തിന്റെ പേരിൽ വൈഷ്ണയ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടരുത് എന്ന് ഹൈക്കോടതി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. എസ്കൻ, ഈ കോൺഗ്രസ് വലിയ കോൺഫിഡൻസോട് കൂടി നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ മുട്ടട വാർഡിലെ വൈഷ്ണ സുരേഷ. 24 വയസ്സുകാരിയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകിയ വിലാസത്തിലെ തെറ്റ് ചൂണ്ടിക്കാട്ടിയാണ് വൈഷ്ണയ്ക്കെതിരെ ധനേഷ് എന്നയാൾ പരാതി നൽകിയത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ബന്ധപ്പെട്ട രേഖകൾ വൈഷ്ണ കമ്മീഷന് സമർപ്പിച്ചിരുന്നു. എന്നാൽ വോട്ടർ പട്ടികയിൽ അച്ചടിച്ചു വന്ന മേൽവിലാസത്തിലെ വീട്ടു നമ്പർ തെറ്റായിരുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് പേര് നീക്കുകയും ചെയ്തിരുന്നു. സപ്ലിമെന്ററി ലിസ്റ്റിൽ അടക്കം പേര് നീക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ കോടതിയുടെ ഭാഗത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായത്. അതായത് 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കരുതെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. വെറും രാഷ്ട്രീയം കളിക്കരുതെന്നും സാങ്കേതിക കാരണങ്ങളാൽ വോട്ടവകാശം മാത്രമല്ല മത്സരിക്കാനുള്ള അവകാശവും നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഹിയറിംഗ് ഈ വിഷയത്തിൽ നടക്കാൻ പോകുന്നത്. വൈഷ്ണ സുരേഷ് നൽകിയ ഹർജിയിൽ ഇരു കക്ഷികളെയും കേട്ടതിന് ശേഷം ബുധനാഴ്ചയ്ക്ക് മുൻപ് തീരുമാനം അറിയിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. വൈഷ്ണയെ കൂടാതെ പരാതിയിലെ 2-3 കക്ഷികളായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി, ഇലക്ട്രിക്കൽ രജിസ്ട്രേഷൻ ഓഫീസർ, പരാതിക്കാരനായിട്ടുള്ള ധനേഷ് കുമാർ എന്നിവർക്ക് ഇന്നലെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. പരാതിയിൽ സ്വീകരിച്ച തീരുമാനം വോട്ടർ പട്ടികയിലെ പകർപ്പ്, ബന്ധപ്പെട്ട വാർഡുകളിലെ കെട്ടിടങ്ങളുടെ പ്രോപ്പർട്ടി അസസ്മെന്റ് രജിസ്റ്ററിന്റെ പകർപ്പ് തുടങ്ങിയ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ ഹാജരാക്കണം. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തുടർ തീരുമാനം അത് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.